പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള പോലെ തെച്ചിക്കോട്ട തന്നെയാണ് ഇതിൽ ലാവണ്ടർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള തെച്ചിക്കോട്ടയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സൈഡ് കട്ട് വർക്കുമാണ്, വിത്ത് ബ്ലൗസുമാണിത്. ഞാൻ വീണ്ടും ഇത് ഒത്തിരി തവണ ഇതിൻ്റെ പല മോഡലുകൾ ചെയ്തിരുന്നു. ഇത് വീണ്ടും പുതിയതായിട്ട് വന്നപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് കരുതി വീണ്ടും വീഡിയോ ചെയ്തു. ഇതാണ് കേട്ടോ ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് സൈഡിൽ കട്ട് വർക്ക് വരുന്നു. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള വർക്ക്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. തെച്ചിക്കോട്ട, അതായത് ചെറിയ സെൽഫായിട്ടുള്ള ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലു വരുന്നത്. ലാവണ്ടർ ഷെയ്ഡിലാട്ടോ ഈ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരിക. ഇതിനേക്കാളും സ്വല്പം കൂടെ ചെറിയ ഫ്ലവേഴ്സാണ് വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഫ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ്. അതുപോലെ ഈ സൈഡിൽ നമ്മുടെ ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെ ഈ ഡിസൈനും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2560 ഈ സാരി സിൽക്കി കോട്ടയാണ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. ഒരു പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നു. സൈഡ് സ്കാലപ്പ് വർക്കും വരുന്നു. ആ പിങ്ക് കൊണ്ട് തന്നെയുള്ള ചെറുതായിട്ടുള്ള, ഒത്തിരി വലുതല്ല, ചെറുതായിട്ടുള്ള സ്കാലപ്പ് വർക്കും. പിന്നെ സ്കാറ്റേഡായിട്ട് ആപ്ലിക് വർക്ക് ബോഡി പാർട്ടിൽ വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് മെറ്റീരിയൽ ഇത് സിൽക്കി കോട്ടയാണ് കേട്ടോ. പക്ഷേ വിത്ത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഒരേ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ഇച്ചിരി കോട്ടൺ ആയിട്ടാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2155 ഇതിൽ വന്നിരിക്കുന്നതും സിൽക്കി കോട്ടയിൽ ആപ്ലിക് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഫുള്ളായിട്ടും ഈ ആപ്ലിക് വർക്ക്. ഒരു ബ്ലൂ ഷെയ്ഡിൽ സൈഡ് സ്കാലപ്പ് വർക്കും ചെയ്തിരിക്കുന്നു. രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് ഫുള്ളായിട്ടും ഇത് ഫുള്ളായിട്ടും ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഈ സൈഡിൽ നമ്മുടെ ഈ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗം വരെ വരുന്നുള്ളൂ സ്കാലപ്പ് വർക്ക്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ സ്കാറ്റേഡായിട്ട് തന്നെ ആ ആപ്ലിക് വർക്കും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2155. സാരിയുടെ കളറെല്ലാം ഒരുപോലെ തന്നെ. ഇതിലുള്ള ആപ്ലിക് വർക്കിന് മാത്രമേ മാറ്റമുള്ളൂ. അതുപോലെ ആ ആപ്ലിക് വർക്കിൻ്റെ തന്നെ സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. ഇതേ ഡിസൈൻ തന്നെ ലോവർ പോർഷനിൽ സ്കാറ്റേഡായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് ഒരു സ്വല്പം കോട്ടൺ മെറ്റീരിയലായിട്ടാണ് വരിക. സ്ലീവിൻ്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട്. ബോഡി കളർ എല്ലാം സെയിം തന്നെ. പക്ഷേ ഇതിൻ്റെയുള്ള ആ ആപ്ലിക് വർക്കിൻ്റെ കളേഴ്സിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇതൊരു ഗ്രീൻ്റെ ഷെയ്ഡിലാണ് വരിക. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ആപ്ലിക് വർക്ക്. ഇങ്ങനെയാണ് ഈ പല്ലുവിൽ ഫുള്ളായിട്ടും വരുന്നത്. സൈഡ് അതേ കളറിൽ തന്നെ സ്കാലപ്പ് വർക്ക്, ചെറുതായിട്ട് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് വരുന്നത് 2155 ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഇതും ബോഡി പാർട്ടിൻ്റെ സെയിം ഷെയ്ഡിൽ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരിക. പിന്നെ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്ന ആപ്ലിക് വർക്ക്. സൈഡ് ചെറിയ സ്കാലപ്പ് വർക്കുമായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. ഇങ്ങനെയാണ് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈനും സ്കാലപ്പ് വർക്കും കൂടെ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2155
വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ആ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്, അതുപോലെ ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇത് മറ്റൊരു ഡിസൈനാണ്. ഇതിൽ വരുന്നത് ഒരു പിങ്കല്ല പീച്ച് ഷെയ്ഡിലും ഉള്ള എംബ്രോയ്ഡറി വർക്കാട്ടോ. സൈഡിൽ പിന്നെ കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ലൈറ്റ് പീച്ച്, ഡാർക്ക് പീച്ച്, അത് കഴിഞ്ഞിട്ട് കട്ട് വർക്ക്, ലീവ്സ്, ഗ്രീൻ ലീവ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഫുള്ളായിട്ടും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരു ചെറിയൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനും, അതുപോലെ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഡിസൈനും കളറും. പിന്നെ ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2560. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.